നടിയും രാംപൂർ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ ജയപ്രദയ്ക്കെതിരെ സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാൻ നടത്തിയ വിവാദ അടിവസ്ത്ര പരാമർശത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്തെത്തിയിരിക്കുന്നു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതിന് മുമ്പ് എന്താണ് പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ധാരണ വേണമെന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത്. വാർത്താ ഏജൻസിയായ ANIക്ക് നൽകിയ അഭിമുഖത്തിലാണ് നിർമ്മല സീതാരാമൻ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു സ്ത്രീയെ ആക്രമിക്കുക എന്നത് എല്ലായ്പ്പോഴും എളുപ്പമുള്ള കാര്യമാണ്. പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കില്ല അത്. വളരെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പലപ്പോഴും സ്ത്രീകളെ ആക്രമിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുന്നതെന്നും അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് എതിരെ പരാമർശം നടത്തുമ്പോൾ ഒന്നുകൂടി ആലോചിക്കണം. അല്പനേരത്തേക്ക് എങ്കിലും എന്താണ് പറയാൻ പോകുന്നതെന്ന ചിന്തയെങ്കിലും വേണമെന്ന് നിർമ്മല സീതാരാമൻ പറയുന്നു. ഒരു വര നമ്മൾ വരയ്ക്കേണ്ടിയിരിക്കുന്നു. പൊതുവേദികളിൽ നല്ല പ്രസംഗങ്ങൾ നടത്താൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു ബോധ്യമുണ്ടായിരിക്കണം. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ആ പൈതൃകം നമ്മൾ കരുതി വെക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് നിർമ്മല സീതാരാമൻ പറയുന്നു. ഞായറാഴ്ചയായിരുന്നു നടിയും രാഷ്ട്രീയ പ്രവർത്തകയുമായ ജയപ്രദയ്ക്കെതിരെ അസം ഖാൻ വിവാദ പരാമർശം നടത്തിയത്. താനാണ് രാംപൂരിൽ ജയപ്രദയെ കൊണ്ടുവന്നത്. അവരുടെ ശരീരത്തിൽ ഒന്ന് തൊടാൻ പോലും ഞാൻ ആരെയും അനുവദിച്ചിരുന്നില്ല. നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ 12 വർഷം വേണ്ടിവന്നു. എന്നാൽ 17 ദിവസം കൊണ്ട് അവരുടെ അടിവസ്ത്രത്തിന്റെ നിറം കാവിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇതായിരുന്നു അസം ഖാൻ ജയപ്രദയ്ക്കെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ അസം ഖാനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ LDF കൺവീനർ വിജയരാഘവൻ അപകീർത്തികരമായ പരാമർശം നടത്തിയ സംഭവത്തിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. ഇതിനെതിരെ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് കോടതിയെ സമീപിച്ചു. പൊന്നാനിയിൽ നടന്ന LDF യോഗത്തിനിടെയാണ് LDF കൺവീനർ വിജയരാഘവൻ രമ്യക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്. പൊന്നാനിയിൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് മുതൽ നേതാക്കൾ പാണക്കാട് എത്തുകയാണ്. ആലത്തൂരിലെ സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയിരുന്നെന്നും ആ കുട്ടിയുടെ കാര്യം എന്താകുമെന്ന് താൻ പറയുന്നില്ല എന്നുമായിരുന്നു വിജയരാഘവന്റെ വിവാദ പരാമർശം. വിജയരാഘവന്റെ പരാമർശങ്ങൾക്കെതിരെ ഇക്കഴിഞ്ഞ ഏപ്രിൽ 2-നായിരുന്നു രമ്യ പരാതി നൽകിയത്. BJP സർക്കാർ ഭരിക്കുന്ന കേന്ദ്രത്തിൽ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയപ്പോൾ ഉടനെ കേസെടുത്തു. അവിടെ നടപടിയും ആരംഭിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ ഇതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. രമ്യ ഹരിദാസിന് നേരെ നടത്തിയ പരാമർശത്തിൽ ഇതുവരെ കേസെടുക്കാത്തതുകൊണ്ട് അവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.